അൽഫാം ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഒരു കോഴീനെ വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ. ഈ കോഴിക്ക് 170 രൂപ, ഒരു കിലോയ്ക്കല്ല 115 രൂപ കിലോയ്ക്ക്. അപ്പോൾ ഒരു 1,600 തൂക്കുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ചെറിയ കോഴീനെ മേടിക്കണം, അല്ലാണ്ട് വലിയ 2 കിലോ 3 കിലോൻ്റെ കോഴീനെ മേടിക്കാൻ പാടില്ല. അപ്പോൾ ചുടുമ്പോൾ വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു 1,600 കോഴി, അതായത് ബാക്കി നമുക്കൊരു 900 ഗ്രാം അല്ലെങ്കിൽ 1 കിലോ തൂക്കുണ്ട്. അപ്പോൾ അതിൻ്റെ 2 പീസ് എടുക്കണുള്ളൂ, കാരണം നല്ല അടിപൊളി ഇറച്ചി കഷ്ണമാണ്. അപ്പോൾ ഇതാ ഈ കോഴീനെ അങ്ങോട്ട് വരയുക, ഓരോ സെൻറ്റിമീറ്റർ അകലത്തിലിട്ട് വരഞ്ഞിട്ട് ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി ഒരു 100 ഗ്രാം ഇഞ്ചി, വെളുത്തുള്ളി 50 ഗ്രാം. ഇതങ്ങോട്ട് ഒന്ന് ഇടിച്ചതിന് ശേഷം ഒരു ചെറിയ ഹാൻഡ് മിക്സി ഉണ്ട്. അപ്പോൾ ഡിസയർ മമ്മിക്ക് മേടിച്ചു കൊടുത്താണ് ഹാൻഡ് മിക്സി, അതിലിട്ടിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഉണ്ടോ ഈ വെളുത്തുള്ളിയും കൂടി ഒന്ന് ഇടിച്ചതിന് ശേഷം അതിലിടണുള്ളൂ, കാരണം ഒരു ചെറിയ ഗ്രൈൻഡറാണ്, മിനി ഗ്രൈൻഡറാണ്. അപ്പോൾ നമ്മളതിൽ കണ്ടോ ഉപ്പിട്ടു, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ 100 ഗ്രാം ഇഞ്ചിയും 50 ഗ്രാം വെളുത്തുള്ളിയും ഇടിച്ചിട്ട് അരച്ചെടുത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾ പോയിട്ട് കടകളിൽ പോയിട്ടുണ്ടെങ്കിൽ 40 രൂപയ്ക്ക് എൻ്റെ സൂപ്പർ മാർക്കറ്റിലുണ്ട്, അത് മേടിക്കാൻ കണ്ട. അതൊക്കെ അതിനേക്കാൾ അടിപൊളി സാധനമാണ്, കണ്ടില്ലേ. അപ്പോൾ നമ്മളുടെ ഗരം മസാല, പട്ട, കരയാമ്പൂ ഉണ്ടല്ലേ, തക്കോല, ഇങ്ങനെ പറഞ്ഞിട്ട് പല ഐറ്റംസ് ഉണ്ട്. അതെല്ലാവരും കാണിക്കുന്നില്ല എന്നുള്ളൂ. ഇതൊക്കെ അവിടെ അരച്ച ഗരം മസാല. അപ്പോൾ തക്കോലം, കരയാമ്പൂ, കറുകപ്പട്ട, ഇതിൻ്റെയൊക്കെ ഒരു മിക്സ് കൂട്ട് കിട്ടും, അതങ്ങോട്ട് പൊടിച്ചാൽ മതി. എന്നിട്ട് അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എരിവ്, മുളകൊക്കെ നമ്മൾ ആവശ്യത്തിനുണ്ടോ. അപ്പോൾ ഗരം മസാല കൂട്ട് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഉണ്ടോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കടകളിലൊക്കെ കിട്ടുന്ന ഒരു ചിക്കൻ 65 ഒക്കെ അല്ലെങ്കിൽ ചിക്കൻ കബാബ് എന്ന് പറഞ്ഞിട്ട് മസാല കൂട്ടുണ്ട്, അത് മേടിച്ച് ഇട്ടാലും മതി. അപ്പോൾ ഇത് നമ്മൾ കാലത്ത് ഒരു 6 മണി 7 മണി സമയത്ത് കോഴീനെ മേടിച്ചിട്ട് ഇതൊക്കെ പുരട്ടിയിട്ട് വയ്ക്കണം. അപ്പോൾ ഇരുട്ടാകുമ്പോൾ ഒരു 6 മണി, വൈകിട്ട് 6 മണിക്ക്, കാലത്ത് നമ്മൾ കോഴിക്ക് ഈ മസാലകളൊക്കെ പുരട്ടിയിട്ട് വയ്ക്കുന്നത്. രാത്രി ആകുമ്പോഴാണ് ഇത് ചുടുന്നത്, ഇരുട്ടാകുമ്പോൾ നമുക്ക് ചുടാം. അപ്പോൾ വെയിലൊക്കെ മങ്ങി നല്ല മഞ്ഞ് ഒക്കെ തുടങ്ങുന്ന സമയമാകുമ്പോൾ സുഖമാണ്. അപ്പം നമ്മളുടെ വീട്ടിലുള്ള ചിരട്ട, പുട്ടുണ്ടാക്കാനും അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ചട്നി ഉണ്ടാക്കാനൊക്കെ എടുത്ത നാളികേരം ചിരണ്ടേൻ്റെ ബാക്കിയുള്ള ചിരട്ടകളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. ഇതൊരു ചെടിച്ചട്ടി, മണ്ണിൻ്റെ ചെടിച്ചട്ടിയിൽ ഇട്ടിട്ട് നമ്മൾ കത്തിക്കുകയാണ്. അപ്പോൾ ഈ ചെടിച്ചട്ടിയുടെ പകുതി വരെ നമ്മൾ മണ്ണിട്ടേക്കാണ്, മണ്ണോ കല്ലിട്ട് നിറച്ചു, അതിന് ശേഷമാണ് വയ്ക്കുന്നത്. അപ്പോൾ ഈ കോഴി വെച്ചാണ് ഗ്രില്ല് ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് ഉയരത്തിൽ വയ്ക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു. അപ്പോൾ നമ്മൾ ചിരട്ടയൊക്കെ കത്തിച്ചിട്ട് അതിൻ്റെ പുകയൊക്കെ പോയിട്ട് ഫുള്ള് കത്തിയതിന് ശേഷം ചാർക്കോള്, ആ കരി, ഫഹം എന്ന് വെച്ചാൽ കരിയാണ്, ആ ഫഹം ഒക്കെ കെട്ട് കഴിയുമ്പോഴാണ് തീ ആളിക്കത്തുന്നത്. തീ കെട്ടതിന് ശേഷമാണ് അതിൻ്റെ മുകളിൽ ഗ്രില്ല് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ കോഴി ചുടാനായിട്ട് ഈ ഗ്രില്ലുമ്മ വയ്ക്കുന്ന സമയത്ത് ഒരു കഷ്ണം തക്കാളി, നല്ല പഴുത്ത തക്കാളി, പച്ചമുളക് 2 എണ്ണം, പിന്നെ നമ്മുടെ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ 1 എണ്ണം മുറിച്ച് നെടുക പൊളിച്ച് 2 പീസാക്കിയിട്ട് വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ ഇരിക്കുമ്പോൾ അതിൽ നിന്നിങ്ങനെ തീയിലിരുന്നിട്ട് ഇവൻ വെന്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ നീര്, അതിൻ്റെ ജ്യൂസൊക്കെ ഇതിലേക്ക് കയറും. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതുകൊണ്ടുള്ള മെച്ചം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 170 രൂപയുടെ കോഴിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ 170 രൂപയുടെ കോഴി ഇനി വറുക്കണമെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ മസാലകൾ വേണം. എണ്ണ, 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 130 രൂപയ്ക്കാണ് വില. അപ്പോൾ അത്രയ്ക്ക് എണ്ണ വേണം, അതിൻ്റെയൊക്കെ വേസ്റ്റായി, അങ്ങനെയുള്ള പൈസ നഷ്ടം. ഗ്യാസ്, അപ്പോൾ ഗ്യാസും വേണ്ട ഇതിന്, എണ്ണയും വേണ്ട. പിന്നെ ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ടില്ലേ ഇതുപോലെ ചുട്ട് തിന്നാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ചുട്ട് തിന്നിട്ടുണ്ടെങ്കിലേ അൽഫാം ചിക്കൻ ഇത് കണ്ട നെയ്യ് ഇതിൽ നിന്ന് ഇങ്ങനെ വീണിട്ട് കത്തി പിടിക്കും.
അപ്പോഴാണ് ആ പുകകൾ വരുന്നത് കേട്ടോ. ഇടയ്ക്കിട്ട് ചിക്കൻ്റെ നെയ്യ് ഇങ്ങനെ ഉരുകി തീ കനലിലേക്ക് ഈ ചിരട്ട കത്തിച്ച തീയായതുകൊണ്ട് ഭയങ്കര ചൂടാണ്. അപ്പോൾ സാധാരണ മരക്കരിയേക്കാളൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പോൾ നിങ്ങൾ കൃഷിയോ അല്ലെങ്കിൽ നാളികേരൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചിരണ്ടിയ ചിരട്ട, ആ ചിരട്ടയ്ക്ക് കളയാണ്ട് സൂക്ഷിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇതുപോലെ ചുട്ട് തിന്നാം. അപ്പം നിങ്ങൾക്ക് ഇതന്നെ നമ്മൾ അൽഫാം ചിക്കനോ അങ്ങനെ നമ്മൾ കടയിൽ പോയി കഴിക്കണമെങ്കിലേ 400-450 രൂപയ്ക്കാണ്. അപ്പോൾ അവർ നമ്മളുടെ തമിഴന്മാരെ മുളക് അങ്ങോട്ട് അരച്ചിട്ട് പച്ച കളറാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കാന്താരി ചിക്കനാണ്. അപ്പോൾ 50 രൂപ കൂടി. ഏത് 4 പച്ചമുളക് അരച്ചത്. തമിഴൻ്റെ മുളക് കിലോയ്ക്ക് 50 രൂപ ഉള്ളൂ. അപ്പോൾ ഇത് 4 എണ്ണം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ 50 രൂപ കൂടുതൽ മേടിക്കും. അപ്പോൾ ഇതുപോലെയുള്ള കടകളിലൊക്കെ പോയിട്ട് കഴിക്കുമ്പോൾ 400-450 രൂപയാണ്. പക്ഷെ നമുക്ക് ആകെ ഒരു 200 രൂപ ചിലവുള്ളൂ. 150-160 രൂപയ്ക്ക് കോഴി കിട്ടും. ചില സമയത്ത് കോഴിക്ക് വില ഇന്ന് 115 രൂപയാണ്, ജനുവരി 21 അതേസമയം ചില മാസങ്ങളിലൊക്കെ കോഴിക്ക് കിലോയ്ക്ക് 90 രൂപ അല്ലെങ്കിൽ 100 രൂപ ഉണ്ടാവുള്ളൂ. അപ്പം നിസ്സാര പൈസ ഉള്ളൂ. അപ്പോൾ ഒരു 150 രൂപ വരെ കോഴി ഉണ്ടെങ്കിൽ നമുക്ക് 350-400 രൂപ വരെ അൽഫാം ചിക്കൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി തിന്നാം. അൽഫാം ചിക്കൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൽഫാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർക്കോള്, അത് അറബി വാക്കാണ്. ദിജാജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴി. അൽഫാം ദിജാജ് എന്നാണ് ഇതിന് ശരിക്ക് പേര്. പക്ഷെ നമ്മളുടെ മലയാളിക്ക് അൽഫാം ചിക്കൻ പകുതി ഇംഗ്ലീഷും പകുതി മലയാളവും. നമ്മളുടെ നാട്ടിലിപ്പോൾ പിള്ളേരുകളൊക്കെ മംഗ്ലീഷാണല്ലോ സംസാരിക്കുക, അതുപോലെ തന്നെ. അപ്പം നമ്മൾ ഇതുപോലെയുള്ള ഏസിയും ഉള്ള ഹോട്ടലുകളിൽ നല്ല കാണാൻ ഭംഗിയിൽ പോയിട്ട് ഇരുന്ന് കഴിക്കണമെങ്കിൽ 250 അല്ല 400-450 രൂപയാണ് ചിക്കൻ ചുട്ടത്, കോഴി ചുട്ടത് തിന്നണമെങ്കിൽ. അപ്പം നമ്മളുടെ വീട്ടിൽ സ്വന്തമായിട്ട് അടിപൊളി സാധനം കഴിക്കണമെങ്കിൽ ഇതുപോലെ കഴിക്കാം. അപ്പം ഞാനും ഭാര്യയും സബിത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബിതയ്ക്ക് ഞായറാഴ്ച ദിവസമൊക്കെ എങ്ങനെയെങ്കിലും ഒന്നും പുറത്തേക്ക് ഇറങ്ങണം, ഇതുപോലെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞായറാഴ്ച ഭക്ഷണം ഉണ്ടാകില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഹോട്ടലിൽ പോകുന്നത്. അവളുടെ ഒരു സന്തോഷം അതിന് വേണ്ടിയിട്ട്. അപ്പം ഞാനൊരു തനി കർഷകനായാലും എൻ്റെ ഭാര്യയുടെ കൂടെയൊക്കെ നടന്നിട്ട് ഇങ്ങനെ കുറേശ്ശൊക്കെ കഴിച്ചു പഠിച്ചു. അപ്പം നിങ്ങൾ ഭാര്യേനെയും കൊണ്ടിട്ട് ഇടയ്ക്കിട്ടൊക്കെ ഇതുപോലെ നല്ല നല്ല ഹോട്ടലുകളിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുക. അല്ലാണ്ട് വീട്ടിൽ തന്നെ എന്നും പിശുക്കി പിടിച്ച് തിന്ന് അവിടെ കുത്തിരിക്കുകയല്ല. എന്നിട്ട് പോവാത്തവരുമായ ഹോട്ടൽ ഭക്ഷണം പൊട്ടയാണ്. എന്നല്ല കഴിക്കേണ്ടത്, ആഴ്ചയിൽ ഒരു ദിവസം പോയിട്ട് കഴിക്കുക.